സെവൻസ് ആവേശത്തിലാണ് തൃശൂർ. കേരളത്തിന്റെ അഭിമാനം IM വിജയന്റെ അമ്മയുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാവുകയാണ്. സെവൻസ് ഫുട്ബോൾ ആണ് തന്നെ ഒരു ഇന്ത്യൻ താരമാക്കിയതെന്ന് IM വിജയൻ പറയുന്നു. ആരവങ്ങൾക്കിടയിൽ ചെറിയിടത്ത് കളിക്കുമ്പോൾ കൂടുതൽ കഴിവ് ആവശ്യമാണെന്നും IM വിജയൻ. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസം, കേരളത്തിന്റെയും തൃശ്ശൂരിന്റെയും അഭിമാനം, IM വിജയന്റെ അമ്മയുടെ പേരിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ്, സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്, അത് 2ാം സീസണിലേക്ക് കടക്കുകയാണ്. ഇന്ന് തൃശ്ശൂരിൽ അതിന് തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ വലിയ ആവേശത്തിലാണ് IMഉം സുഹൃത്തുക്കളും എല്ലാവരും തന്നെ. സെവൻസ് എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാരുടെ മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു വികാരമാണ് ശരിക്കും. അതുകൊണ്ടാണോ ഈ സെവൻസ് ടൂർണമെൻറ്റ് വെച്ചത്? ഇല്ല, സെവൻസ് കളിച്ചുകൊണ്ടാണ് ഞാൻ റെഡിക്കും ഒരു IM വിജയനായത്. കാരണം സ്പോർട്സ് സയൻസിൻ്റെ ക്യാമ്പ് കണ്ട് പിന്നെ കംപ്ലീറ്റ് സെവൻസ് കളിക്കലായിരുന്നു. ആ സെവൻസ് കളിക്കാന്നൊരു പ്രത്യേക 11സിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടാണ് സെവൻസ് കളിക്കാൻ. അപ്പോൾ അമ്മയുടെ പേരിൽ പ്രദീപ് ഞങ്ങളുടെ ചെയർമാനാണ്, രതീഷ് ഉണ്ട്, അവർ രണ്ടുപേരും ഒരു കൊല്ലമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അടുത്ത് അമ്മയുടെ പേരിൽ ടൂർണമെൻറ്റ് നടത്തണം. അപ്പോൾ കഴിഞ്ഞ വർഷമാണ്, പക്ഷേ നല്ല സക്സസ് ആയി. ഭയങ്കര ജനങ്ങളുണ്ടായിരുന്നു കളി കാണാൻ. മീഡിയ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് എത്ര ടീമുകളുണ്ട്? അതിൻ്റെ ഈ ടൂർണമെൻറ്റിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ടൂർണമെൻറ്റ് എന്ന് വെച്ചാൽ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിലാണ് ഏതാണ്ട് 22 ടീമുകളാണ് ഇപ്പോൾ SFAയുടെ കീഴിൽ. അങ്ങനെ 22 ടീമുകളും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ടൂർണമെൻറ്റ് നടത്തുന്നത്. അപ്പോൾ 21 മത്സരങ്ങളാണ് നടക്കുന്നത്. ഈ 22-ാം തീയതി തുടങ്ങി ഏപ്രിൽ 13-ാം തീയതി അവസാനിക്കുന്ന തരത്തിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടന മത്സരത്തിൽ റിയൽ FC തെന്നല കളിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ഉദയപറമ്പിൽ പിടിക്കുക എന്ന് പറഞ്ഞ ടീമാണ്. ഒരു ടീമിൽ 3 ഫോറിനേഴ്സും പിന്നെ ബാക്കി മലയാളി താരങ്ങളാണ് ഉണ്ടാകുന്നത്. 11s കളിക്കുന്നതിനേക്കാൾ ഒരു ആവേശവും അതുപോലെ തന്നെ വാശിയും ഒക്കെ കൂടുതലാണോ ശരിക്കും സെവൻസ് കളിക്കുമ്പോൾ? തീർച്ചയായിട്ടും. 11s എന്ന് പറഞ്ഞാൽ ഗാലറി ഭയങ്കര വൈഡല്ല, പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഗാലറി ഭയങ്കര അടുത്താണ്. സപ്പോർട്ടേഴ്സിൻ്റെ തെറി കേൾക്കുകയും ചെയ്യാം, നല്ലത് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കളിക്കാൻ ഭയങ്കര ആവേശമാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം വേടനും വിനായകനും എല്ലാം ഈ ഒരു സെവൻസ് ടൂർണമെൻറ്റ് കൊഴിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിനുള്ള കാത്തിരിപ്പിലാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.